ഹായ്. ഒരു മീനിന് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പറ്റുമോ? പറ്റും. അതാണ് ഹിൽസ ഡിപ്ലോമസി. ഈ ഹിൽസ ബംഗാളികളുടെ ഇഷ്ടപ്പെട്ട മീനാണ്. അവരുടെ ലോക്കൽ നെയിമാണ് ഇലീഷ്. ഈ ഹിൽസ പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് 97% കയറ്റുമതി ചെയ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ഹിൽസ വയ്ക്കുന്നതിൻ്റെ നല്ല ടേസ്റ്റായിട്ട് ബംഗാളി രീതിയിൽ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. കൽക്കട്ടയിലെ ഗരിയ ഹട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. രാജ്യത്തിൻ്റെ നേതാക്കൾ പരസ്പരം സമ്മാനമായിട്ട് കൊടുക്കണം ഇലീഷ് എന്ന മീനിനെ കാണുകയാണ് ലക്ഷ്യം. ബംഗാളികൾക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു മീനാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരണത്തിലുണ്ടായ സമയത്തൊക്കെ ദുർഗാപൂജയ്ക്ക് നമ്മുടെ ബംഗാളിലേക്ക് 3000-4000 ടണ്ണൊക്കെയാണ് ഈ മീൻ കയറ്റുമതി ചെയ്യപ്പെടുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആ എക്സ്പോർട്ടിങ് അവർ ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്തു. ഇപ്പോൾ അറിയാമല്ലോ, ഭരണമൊക്കെ മാറി. അപ്പോൾ ഒരു ചെറിയ ക്ലാഷ് ഉണ്ട്. അപ്പോൾ ഈ മീൻ കൊടുത്തിട്ട് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിരുന്നു ഹിൽസ ഡിപ്ലോമസി എന്ന് ആൾക്കാർ തമാശയാക്കിയിട്ടാണെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നത്. മീൻ ബംഗാളികൾക്ക് ഒഴിച്ചു കൂട്ടാനാവാത്തൊരു വിഭവമാണ്. നമ്മളെപ്പോലെയല്ല. കണ്ടോ, കിടക്കുന്നുണ്ടോ? ഹായ് ഭായ് സാബ്, ഇലീഷ് ഇലീഷ് ഇലീഷ്. ഓ, ഇതാണ് ഇലീഷ് മീൻ, ഹിൽസ. കണ്ടോ, നല്ല ഗ്ലാമർ മീനല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടുകും തൈരൊക്കെ ഇട്ടിട്ട് വെച്ചാൽ പൊളിക്കും. ഇവരുടെ ഇങ്ങനെ ഒരു റെസിപ്പി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് എത്രയാണെന്നറിയോ? 750 രൂപ. ഇവൻ ദുർഗാപൂജയ്ക്കും സരസ്വതി പൂജയ്ക്കും ഒക്കെ ഇവർ ഇതൊരു നൈവേദ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചങ്ങാതി പറഞ്ഞത്. ഹിൽസ ഒരു കടൽ മത്സ്യമാണെങ്കിലും മുട്ടയിടാൻ വേണ്ടി പുഴയിലേക്ക് കയറി വരും. അപ്പോഴാണ് ബംഗ്ലാദേശുകാർ ഇവരെ പിടിക്കുക. അപ്പോൾ ഇതാണ് ഇലീഷ്, ആ ക്ലാസിക് മീൻ. ഇതിനെ ഷെയ്ഖ് ഹസീനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പ്രണബ് മുഖർജിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 30 കിലോഗ്രാം. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള സാധനമാണ് ഇത്. ദുർഗാപൂജയ്ക്കൊക്കെ 3000 ടണ്ണൊക്കെ വരിങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന ഇങ്ങോട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെ വെക്കാമെന്നൊക്കെ കാണാം. വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഏകദേശം 4.5 ലക്ഷത്തോളം ആൾക്കാർ ഹിൽസ പിടിക്കുന്നതുകൊണ്ട് ജീവിച്ചു പോകുന്നതെന്നാണ് കണക്ക്. ബംഗ്ലാദേശിൻ്റെ GDPയുടെ 1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹിൽസയാണ്. പൊളിയല്ലേ? ഇനി ഇലീഷിനെ എങ്ങനെ ബംഗാളി രീതിയിൽ നല്ല കിടിലൻ ഡിഷാക്കി വെക്കാൻ നോക്കാം. ആദ്യം ഉപ്പൊക്കെ പുരട്ടി കുറച്ച് നേരം ഹിൽസയെ ചട്ടിയിലാക്കി വയ്ക്കുക. പിന്നെ ചേരുവകൾ ഇതൊക്കെയാണ്: തൊലി കളഞ്ഞ കടുക്, പിന്നെ മറ്റ് കുഞ്ഞു കുഞ്ഞു ധാന്യങ്ങളുണ്ട് അവിടെയൊക്കെ കിട്ടുന്ന പച്ചമുളക്, നല്ല കട്ടത്തൈരൊക്കെ ഒഴിച്ചിട്ട് ചേർത്ത് എന്ത് ചെയ്യുക, കുറച്ച് നേരം വയ്ക്കുക. ഇതാണ് ആദ്യ ചേരുവ. അത് മിക്സിയിലിട്ട് അരച്ച് കുഴമ്പാക്കിയിട്ടെടുക്കണം. പിന്നെ തൊലി കളയാത്ത കടുകുണ്ടല്ലോ, ഇത് ഇത്രയും പച്ചയായിട്ട് ചേർക്കണം. പിന്നെയും ഇതേ കുഴമ്പ് ഈ കടുകും ചേർത്ത് മിക്സിയിലിട്ട് അരയ്ക്കുക. ആ മിക്സ് ഇതേ ഇങ്ങനെയാണ് കിട്ടുക. പിന്നെ നമ്മുടെ സ്റ്റാർ മീനിൻ്റെ കഷ്ണങ്ങൾക്ക് മേലെ ഈ കടുക് മിക്സ് അരിച്ചെടുത്തിട്ട് ലായനി ചേർക്കണം. മീൻ അങ്ങനെ മുങ്ങിക്കിടക്കണം, വെള്ളത്തിൽ കിടക്കണമല്ലേ. വീണ്ടും കുറച്ച് പച്ചമുളക് ചേർക്കുക. അതിലേക്ക് സൂര്യകാന്തി എണ്ണ പച്ചയ്ക്ക് ഒഴിക്കുക. എന്നിട്ടൊരു പിടിയുണ്ട്, അതിലാണ് ഈ കൂട്ടും മീനും തമ്മിലൊരു ചേർച്ച ഉണ്ടാവണത്. ഓരോ കഷ്ണത്തെ ആ കൂട്ടിലങ്ങ് ചേർത്ത് പിടിച്ച് നിർത്തണം. ഇനി ഞാൻ സത്യം പറയട്ടെ, ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ, വായിൽ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ അല്ലേ, അവിടേക്ക് പോണ നീരുറവകളെക്കാളും നീരുറവകൾ വായിൽ ഉണ്ടായിരുന്നു. ഇനി കടുംജീരകം ഉണ്ടല്ലോ, സൂര്യകാന്തി എണ്ണയിൽ കുറച്ച് നേരം ചൂടാക്കി എടുത്തിട്ട് മുകളിൽ ഒരു അലങ്കാരമായിട്ട് ഒഴിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ മീൻ പൊള്ളിക്കുന്ന അതേ രീതി, വാട്ടിയ വാഴയിലയിൽ നമ്മൾ പൊള്ളിക്കാൻ എടുക്കും പോലെ ഇലീഷിനെ പൊതിഞ്ഞെടുക്കുക. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത മസാലയോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ അൽഗുൽ സാധനങ്ങളൊന്നും ഇലീഷിൻ്റെ കൂടെയല്ല. അതുകൊണ്ട് തന്നെ റോ ടേസ്റ്റാണ്. റോ ടേസ്റ്റ് എന്ന് പറയുക കടുകിൻ്റെ ഒക്കെ വേറെ വരും, എന്നാൽ കൂടി നമ്മുടെ മസാല ഇല്ലാതെ തന്നെ വേറൊരു രുചിയാണ്. പിന്നെന്ത് ചെയ്യുക, ഇഡ്ഡലി തട്ടിൽ ഇലീഷ് കഷ്ണങ്ങളൊക്കെ ആവി കൊള്ളിക്കാൻ വയ്ക്കുക. ആവശ്യത്തിന് പാകമായി തോന്നുമ്പോൾ എടുക്കുക.
വറുത്തെടുത്താൽ ഇലീഷ് പൊളിയാണ് കേട്ടോ. പിന്നെ ചോറ് വരും, നോർത്ത് ഇന്ത്യൻ ശൈലിയിലെ കറികൾ വരും, അവസാനം നമ്മുടെ ഇലീഷ് പൊള്ളിച്ചെടുത്തത്. ഓ, ആ വാഴയില തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു ഗന്ധം. വീണ്ടും വീണ്ടും സുന്ദർബനിലെ നീരുറവകൾ ഇങ്ങനെ വായന്ന് വരും. കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിറയെ ചെറിയ മുള്ളുകളുണ്ട്. അതൊക്കെ സൂക്ഷ്മതയോടെ മാറ്റി ക്ഷമ വേണം ഇലീഷിനെ കഴിക്കാൻ. ബംഗാളിലെത്തുമ്പോൾ തീർച്ചയായും ഹിൽസയെ ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ രാജ്യത്തലവന്മാർ മാത്രമല്ല, കുറച്ച് കാശ് മുടക്കിയാൽ നമുക്കും ഹിൽസയെ സ്വന്തമാക്കാം, ഹിൽസയുടെ രുചി അറിയാം. ഇനി അടുത്ത ട്രാവലർ യാത്രയിൽ കാണാം. ബൈ.